ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സർഗാലയിലാണ്. മാത്രമല്ല ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ഫോർ ലൈഫ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നത് വടകര ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയിൽ കുറേ ചിത്രപ്പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ചിത്രപ്പണി പിന്നെ ശില്പപ്പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മൺകൊണ്ട് ഉണ്ടാക്കിയതാണ്, ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടേക്ക് നമുക്ക് കടക്കാനാവില്ല. ഇത് കണ്ടോ, വലിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ ചുറ്റി കണ്ടിട്ടില്ല, മുഴുവനായിട്ട് കാണാൻ വേണ്ടി. നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് അവിടെയാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം അവിടെയാണ്, ഹാളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അവിടെ നമ്മൾ പോവാണ്. എന്നാലും ഇതാണ് ഇവിടുത്തെ മെയിൻ കയറി വരുമ്പോൾ എൻട്രൻസ് ഉള്ളത്. പിന്നെ കയറി വരുന്നത് നമ്മൾ അതിൽ കൂടിയാണ്. പിന്നെ ഇവിടേക്കൊക്കെ തോന്നുന്ന സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊന്നും നമ്മൾ പിന്നെ കണ്ടിട്ടില്ല, മുഴുവനായിട്ട് ചുറ്റി കാണാൻ പറ്റിയിട്ടില്ല. നമ്മളെന്തായാലും കാണുന്നതായിരിക്കും, അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വ്യൂ ഒക്കെ കാണാം. ഇവിടെ ക്രാഫ്റ്റ് എംപോറിയം എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അറിയില്ല, നമുക്ക് കയറി നോക്കാം. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മരം കൊണ്ടും. പിന്നെ ഗൈസ് കൂട്ടാണ് ഡൈനോസർ. ഇവിടെ ഒരുപാട് കപ്പൽ ടൈറ്റാനിക് ഗൈസ്. അപ്പോൾ ഇവിടെ തെയ്യത്തിലൊക്കെ ഉണ്ട്. പിന്നെ കൃഷ്ണൻ, ഗണപതി, പിന്നെ അങ്ങനെ കർത്താവൊക്കെ ഉണ്ട്. ഒരുപാട് ഇതുണ്ട്, ശില്പങ്ങളുണ്ട് ഇവിടെ. കട്ടപ്പനയുണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊക്കെ വള്ളം കളി കിട്ടുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരുപാട് ശ്രീബുദ്ധനുണ്ട്, കഥകളിയുണ്ട്, കുറേ ഇതുണ്ട് ഗൈസ്. ഇവിടെ കുറേ അച്ച കിടക്കുന്നു, ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ പെയിൻറ്റിൽ മുക്കിയിട്ട് അച്ചടിക്കുന്നതാണ്. കഥകളീൻ്റെ ഒക്കെ ഹുക്കാണെന്ന് തോന്നുന്നത്. ഇവിടെ ശ്രീബുദ്ധനുണ്ട്. പിന്നെ ഗാന്ധിജി ചക്ക നിന്ന് അതുണ്ട് അവിടെ. ആനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങാനാവും. ഇതൊക്കെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങട്ടോ. കമ്മലൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഷോപ്സും ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, വടകര ഇരിങ്ങൽ നമ്മുടെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലാണ്. നിങ്ങളെല്ലാവരും വരാൻ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഇടാൻ പറ്റുമോ നോക്കാം ഡിസ്ക്രിപ്ഷനിൽ. എന്തായാലും ബാക്കിയുള്ള വീട് നമുക്ക് പുറത്തുനിന്നാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്തായാലും ബാക്കിയുള്ള പുറത്തത്തെ കാണിക്കാം. ആന നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റത്തടിയിൽ തീർത്ത ദാരുഷി, ഒറ്റത്തടിയിൽ തീർത്ത ആനയാട്ടോ ഇത്. ഈ കാണുന്നത് ഊരാണുങ്കൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പ്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത് അവരിങ്ങനെ നടത്തിയത് കൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള കുതിരയും അതുപോലെ ഒരുപാട് ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടോ ഈ കാഴ്ച കാണാൻ. നമ്മൾ നല്ല ലാൻഡ്സ്കേപ്പ് പോലത്തെ ഉള്ള സ്ഥലമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളപ്പൂക്കൾ, രാത്രിമുല്ല എന്നാണ് ഞാൻ കേട്ടെടുത്തോളം ഇതിൻ്റെ പേര്. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന പൂവ് രാത്രിമുല്ല എന്നാണ് എനിക്കറിയുന്നത്. നല്ല മനോഹരമായിട്ടോ. അത് കടും പച്ചയും അതുപോലെ ഇളം മഞ്ഞ കളർ പോലത്തതും, അതിൻ്റെ ഇടയ്ക്ക് ഇളം പച്ചയൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമുള്ളൊരു കാഴ്ച കേട്ടോ. നിങ്ങളെല്ലാവരും എന്തായാലും ഇവിടെ വരണം കേട്ടോ. ഇവിടെ കൂടെ നടക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയും പിന്നെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. മുമ്പ് ഈ സ്ഥലത്ത് പാറക്കെട്ടുകളായിരുന്നു. ആ പാറ പൊട്ടിച്ചപ്പോഴാണ് കുളം ഉണ്ടായതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ മനോഹരമായ ബോട്ട് യാത്രയൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയാണ്. ഭയങ്കര ഇവിടെ പുല്ല് പിടിച്ചാണ്. ഇത് കണ്ടോ, രണ്ട് മനുഷ്യർ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകുന്നുണ്ടോ. ഒരു സാധനം ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകുന്നു. പിന്നീട് ഇത് കുട്ടിച്ചത്തിനാണ് തോന്നുന്നു. കുട്ടിച്ചത്ത് രണ്ട് കൊമ്പൊക്കെ. രണ്ട് കുതിര
ഭംഗിയാട്ടോ, നല്ല വലിപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ഇത് മാത്രമൊന്നുമല്ല, കാഴ്ചകൾ മാത്രമല്ല, ഇതാ നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റിന് ബോട്ട് റൈഡ് ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ആ മല കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ബോട്ട് റൈഡ് നടത്തിയാൽ നല്ല ഭംഗിയുണ്ട്, നല്ലതായിരിക്കും. ഇവിടെ അതിൻ്റെ കൗണ്ടറാണിത്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ അമ്മമ്മേൻ്റെ ഒരു പഴയകാല ഫ്രണ്ട്സൊക്കെ 10ൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ആയിരുന്നു ഇവിടെ. അപ്പം അമ്മയും പോവാണ്. നമ്മൾ ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. പായസം ഉണ്ട് കേട്ടോ ബിരിയാണിൻ്റെ കൂടെ, വെള്ളം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഇതാണ് ഡൈനിങ് ഹോളിലത്തെ. എന്തായാലും നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. നല്ല ഒരു ഭംഗിയുള്ള, നല്ല എന്താ പറയുക, വിസ്മയം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇത് അവിടെ ബാമ്പു സ്റ്റിക്കൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ചേട്ടൻ നമ്മളൊരു ചേട്ടൻ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന പവിത്ര കാണിക്കുന്നത് കണ്ടാലും ഇവിടുത്തെ പിക്ചേഴ്സൊക്കെ ഒരു പൂച്ചയും ചെന്നായും ആമയും മുയലും പിന്നെ ഒരു ക്രോക്കഡൈൽ, ഒരു മുതലുണ്ട്, എങ്ങനെയുണ്ട്. അതുപോലെ അണ്ണാരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അണ്ണാരൊക്കെ. ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം. നമ്മൾ കുളത്തിലേക്കാട്ടോ പോകുന്നത്. എന്നാലും പോയി നോക്കാം കേട്ടോ. എന്തായാലും സൂപ്പറാണ് കുളം, നല്ല വ്യൂ ആട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടെ നല്ല കുറേയധികം മീനുകളുണ്ട്. നല്ല വെയിലാണ് ഇപ്പം. ടെക്സ്റ്റൈൽസ് ഗ്യാലറി വെച്ചുള്ള ഷോപ്പിൽ എന്തെങ്കിലും വാങ്ങാനെങ്കിൽ ഇവിടെയാണ് കുളം. ഇവിടെ നിറയെ മീനാട്ടോ, കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കുളം എന്ന് പറയുന്നത്. ഇവിടെ നിറയെ മീനുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇവിടെ മീനുകളൊന്നുമില്ല. എവിടേക്കോ മീനുകൾ പോയിട്ടുണ്ടാവും. എന്തായാലും ഇവിടെ അടിപൊളിയാട്ടോ. പിന്നെ ഈ രണ്ട് സൈഡിലും പിന്നെ വെള്ളമുണ്ട്. ഈ കുളം അടിയിൽ കൂടി ആയിരിക്കും ഈ വെള്ളമൊക്കെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മീനുകളുണ്ട്, കുറച്ച് മീനുകളുണ്ട്. ബാക്കിയെല്ലാ മീനുകളും എവിടേക്കോ അപ്പുറത്തേക്കാണ് പോയി. ഗൈസ്, ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് നല്ല വ്യൂ ആണ്. പാറക്കെട്ടുകൾ ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളത്തിൻ്റെ ഇടയ്ക്കായിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിൽ നിറയെ പുല്ലുകൾ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. എന്തായാലും നിങ്ങളിവിടെ വരണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ വരുന്നവർ ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റ് നിലത്തും വീണാൻ പാടില്ല, പുഴയിലിടാൻ കുളത്തിലിടാൻ പാടില്ല. ആൻഡ് ഇതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ് പലയിടങ്ങളിലായിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. അതിൽ മാത്രമേ ഇടാവുള്ളൂ. ഇവിടെ പലയിടങ്ങളിലായിട്ട് ഇതുപോലെ ചുമര് എന്ത് ചെയ്തിട്ടുണ്ട്, കല്ല് വെച്ചിട്ട് അത് സിമെൻ്റൊന്നും തേക്കാണ്ട് വെറുതെ അലങ്കരിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടി. വെറുതെ അതിൻ്റെ ഭംഗി കളഞ്ഞിട്ടില്ല, സിമെൻറ്റ് വെച്ച് തേച്ചിട്ട്. ഇതൊരു പെർഫെക്ഷനിൽ കൊത്തുപണിയൊക്കെ ഈ ഒരു സൈഡിൽ വാതിലിൻ്റെ കവാടം പോലെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് കല്ലിൽ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇവിടെ ഞാൻ പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഷോപ്പാണ്. കുറേ ഡ്രസ്സും യാത്ര വേണം എന്നുവെച്ചാൽ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നല്ല ഭംഗിയുള്ള ഇനിയും കാഴ്ചകൾ തീർന്നിട്ടില്ല, ഒരുപാട് ബാക്കി കിടക്കാണ്. ഞങ്ങൾക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ഇവിടെ ഒരു മനോഹരമായ ഒരു കസേര നിർമ്മിച്ചിട്ടുണ്ട്. ചൂരൽ വെച്ച് നിർമ്മിച്ച കസേര. നമുക്കിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചൂരൽ വെച്ച് നിർമ്മിച്ച കസേര എന്നാണ്. നമുക്ക് വാങ്ങാം.
പല ഹാളുകളിലും ഇങ്ങനത്തെ കസേരയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ കിടക്കാൻ തോന്നുന്നുണ്ടോ? ഇത് അടിപൊളിയാണ്. തൊട്ടിൽ കുഞ്ഞു കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയ മരത്തിൻ്റെ തൊട്ടിൽ. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇത് മുഴുവൻ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. ഇതും കല്ല് വെച്ചിട്ട് തന്നെയാണ് ചുമര് അലങ്കരിച്ചില്ല കേട്ടോ. അത് നോക്ക്, മുഴുവനായിട്ട് ചെടികൾ, പുഷ്പചെടികൾ. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്, മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഉടനെ കേരളത്തിലെ സ്ഥലത്താണ് മരം വെച്ചിട്ട് പണി ചേട്ടനാണ് നോക്കാം. ഒരുപാട് സംഭവങ്ങൾ കാച്ചേട്ടനെ പോയി പരിചയപ്പെടാം. ഇതാണ് ഈ മരം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള ചേട്ടൻ്റെ പേരെന്താ? സുന്ദരേശ്. ചേട്ടനൊരു ഹായ് പറയും. പണി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അമ്പലമാണ്, മരം വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം ഉണ്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് AD 14-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ നാട് ഭരിച്ചിരുന്ന വിദേശികൾ നമ്മുടെ നാട് കീഴടക്കുവാൻ സ്ഥാപിച്ച കോട്ടകൾ, പള്ളികൾ, പാണ്ഡികാരങ്ങൾ ഇവയെല്ലാം ചേർന്ന കെട്ടിട സമുച്ചയത്തിൻ്റെ മാതൃക ആർട്ടിസ്റ്റിൻ്റെ മനസ്സിലൂടെ ഒരു ഇതാണ് ബേക്കൽ കോട്ട, മരം വെച്ച് നിർമ്മിച്ചത്. ഇത് ഓൾഡ് ചർച്ചാണ്, ഫോർട്ട് കൊച്ചിയിലെ ചർച്ചാണ്. ഇതാണ് സർഗാലയുടെ മിനിച്ച്. ഇതാണ് നമുക്ക് എവിടേക്ക് പോകണമെങ്കിൽ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇതാണ് കുളം അല്ലേ. ഇതിപ്പോൾ മറ്റേ ഓരോരോ ഹോൾ ഇനിയും ഉണ്ട് കാഴ്ചകൾ, ഇതുവരെ തീർന്നിട്ടില്ല. ഇതുണ്ടോ എന്താ അറിയോ, നമ്മുടെ ഹെർബൽ ഫുഡ് കെയർ. നമ്മുടെ രാമച്ചല്ലേ, ഇവിടെ പണ്ട് കാലത്ത് രാമച്ചൻ ചെരുപ്പോടെ ഉപയോഗിക്കാൻ. രാമച്ചത്തിൻ്റെ ചെരുപ്പുകളാണ് ഉണ്ടാക്കുന്നതാണ്. ആരാ ഉണ്ടാക്കുന്ന സീസൺ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ കുഞ്ഞു കസേര കുട്ടിയൊക്കെ ഇരിക്കാൻ പറ്റിയ നമുക്ക് ഇരിക്കാൻ വേണിയില്ല. അപ്പോൾ അങ്ങനത്തെ അവിടെ ചേച്ചിരിക്കുന്നു. ശരിക്കൊരു ഇതാണ്, മരം വെച്ചിട്ടാണ് തോന്നുന്നത്. ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഗൈസ്. പേടിച്ച് ഇതാണ് ലെതർ ബാഗൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ചൂരൽ ബാഗ്, ജൂട്ട് ബാഗ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് ചേച്ചിയാണ്. ചേച്ചിൻ്റെ പേര് ഉഷ എന്നാണ് ചേച്ചിൻ്റെ പേര്. നല്ലൊരു ഹൈ പറയും. ബാഗ്സ്, പിന്നെ വാലറ്റ്, ഒരുപാട് ബാഗുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ നെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. നെയ്ത്താണ് കേട്ടോ. ഒരുപാട് പെയിൻറ്റിങ്. ഇതാണ് ഇവിടുത്തെ ഫിഷ് സ്പാ. മീനിങ്ങനെ മസാജ് ചെയ്യും. ഇതിന് 50 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ വരെ കാണുന്നവരെ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.